എല്ലാവർക്കും നമ്മുടെ ചാനലായ മിന്നൂസ് കറിവേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തേങ്ങാ ചമ്മന്തിയുമായിട്ടാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് ഒരു 1/4 മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 7 അല്ലി ചുവന്നുള്ളിയും കൂടെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേക്കുന്നത്. ഈ ചതച്ചെടുത്തേക്കുന്ന തേങ്ങ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങയും ചുവന്നുള്ളിയും ഇതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത ബാച്ചും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ചുവന്നുള്ളിയും കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചതച്ചെടുക്കാൻ വീണ്ടും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ചും ആദ്യത്തെ ബാച്ച് പോലെ തന്നെ ചതച്ചെടുത്ത് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം മൂന്നാമത്തെ ബാച്ചായ ബാക്കിയിരിക്കുന്ന തേങ്ങയും കുറച്ച് അതായത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ ചതച്ചെടുക്കുക വീണ്ടും. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ മുഴുവനും ചതച്ചെടുത്തിട്ടുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 7 അല്ലി ചുവന്നുള്ളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് എടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് താളിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായ പാത്രത്തിലേക്ക് 1-2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്തിലേക്ക് ഇട്ട കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ പൊട്ടിയതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്ത എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സ് ആകുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്തെല്ലാം നമ്മൾ തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് അടി പിടിച്ചു പോകും. ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് കുറച്ച് ഉപ്പും 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മൊത്തം 2.5 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുളക് പൊടിക്ക് അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ്. അത് കാരണം ഞാൻ 2.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്.
ഇത്രയും ആയതിനു ശേഷം നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഈ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. പ്രത്യേകിച്ച് പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു ചമ്മന്തി കൂടിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും എങ്കിൽ കൂടി നല്ല ടേസ്റ്റാണ് ഇതിന്. കറിയൊക്കെ ഉണ്ടാക്കാൻ സമയം ഇല്ലാത്ത അവസരങ്ങളിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.